എം.എ. ബേബി CPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഈ അവസരത്തിൽ ഏറെ സന്തോഷിക്കുന്ന രണ്ടുപേരുണ്ട് കൊല്ലത്ത്. വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ ആ ബന്ധം കാത്തുസൂക്ഷിക്കുന്ന അവർക്ക് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ അതിയായ സന്തോഷമാണ് ഉണ്ടായത്. അത് മറ്റാരുമല്ല, കെ. സുകുമാരനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി വിമല കുമാരിയുമാണ്. നമസ്കാരം. നമസ്കാരം. എം.എ. ബേബിയുമായുള്ള ബന്ധം അത് ഓർത്തെടുക്കാൻ ഒരുപാടുള്ള രണ്ട് വ്യക്തിത്വങ്ങൾ എങ്ങനെ ഓർക്കുന്നു? കുട്ടിക്കാലത്തെയുള്ള ബന്ധമാണ്. ഞാൻ TKM കോളേജിൽ മത്സരിക്കുമ്പോൾ SFI ചെയർമാനായി മത്സരിക്കുമ്പോൾ ബേബി എന്ന ജില്ലാ നേതാവും ആണ്. അദ്ദേഹവും വന്നിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ആവശ്യമായ നേതൃത്വപരമായ പങ്കെല്ലാം വഹിക്കുന്നത്. അദ്ദേഹം പങ്കുവഹിക്കുക മാത്രമല്ല, ഇറങ്ങി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ്. മുദ്രാവാക്യം വിളിച്ച് എൻ്റെ പേരും മുന്നണിയുടെ പേര് ഹൈലൈറ്റ് ചെയ്ത് കോളേജ് ആകമാനം പ്രകമ്പനം കൊള്ളിപ്പിച്ച വ്യക്തിയാണ്. പോസ്റ്റർ പോലും അദ്ദേഹം എഴുതി ഒട്ടിച്ച് അങ്ങനെ ആ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അക്ഷീണ പരിശ്രമം നടത്തിയ ഒരാളെന്ന നിലയിലാണ് എൻ്റെ ഓർമ്മ ആരംഭിക്കുന്നത്. അവിടുന്ന് ഇന്നുവരെയുള്ള കാലം അദ്ദേഹവുമായുള്ള വ്യക്തിപരമായ ബന്ധവും രാഷ്ട്രീയ ബന്ധവും സൂക്ഷിക്കപ്പെടുന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും. നിരന്തരമായുള്ള ഇടപെടലിൽ നിരന്തരമായുള്ള ബന്ധങ്ങൾ ഇപ്പോഴും നിലവിലുള്ളതാണ് ബേബിയുമായിട്ട്. ആ വ്യക്തിബന്ധങ്ങൾ ഓർത്തെടുക്കുമ്പോൾ ആ കുട്ടിക്കാലത്തെ ആ ഒരു SFIയുടെ പ്രവർത്തനത്തിൽ നിന്നുകൊണ്ടാണെന്നുള്ള തുടക്കം, ആ ഒരു ബന്ധം തുടങ്ങുന്നത് അതെങ്ങനെയായിരുന്നു ആ സമയത്ത്? ആ ഒരു ബന്ധത്തിൻ്റെ തുടക്കം അത് വളരെ സ്നേഹപൂർണ്ണമായ ഒരു ബന്ധമാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല, വ്യക്തിപരമായി സ്നേഹത്തോടുകൂടി സഹോദരങ്ങളെപ്പോലെയാണ് ആ ബന്ധം നിലവിലുണ്ടായിരുന്നത്. ഭക്ഷണം കഴിക്കുന്നതും നടക്കുന്നതും സംസാരിക്കുന്നതും കലയെയും സാഹിത്യത്തെയും സംസ്കാരത്തെക്കുറിച്ചെല്ലാം പരസ്പരം സംസാരിക്കുന്നതും വളരെ സൗഹൃദത്തോടുകൂടിയാണ്. മാത്രമല്ല, അന്ന് പാർട്ടി DC ഓഫീസിൽ താമസിക്കുന്നവരാണ് ഞങ്ങളെല്ലാം. ബേബി SM കോളേജിൽ പഠിക്കുമ്പോഴും പ്രാക്കുളത്തുനിന്ന് വരുമ്പോഴും ഞാൻ സ്ഥിരമായും അവിടെ DC ഓഫീസിൽ താമസിച്ചുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഞാൻ മാത്രമല്ല, ചെറുപ്പക്കാരായിട്ടുള്ള SFI രംഗത്ത് പ്രവർത്തിക്കുന്ന പാരിപ്പള്ളി രവീന്ദ്രൻ, ജയദേവൻ, RS ബാബുവിനെ അവിടെ കിടക്കത്തില്ല, കടപ്പക്കട അദ്ദേഹത്തിൻ്റെ വീടായതുകൊണ്ട് പോയി വരും. അങ്ങനെയുള്ള കൂട്ടായ ഒരു നേതൃത്വമാണ് കൊല്ലത്ത് അന്നുണ്ടായിരുന്നത്. അതിൽ വളരെ സ്നേഹത്തോടുണ്ട്. പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം, വിദ്യാർത്ഥി പ്രവർത്തനം കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമ കാണുക, സംസാരിക്കുക, വായിക്കുക, ചർച്ച ചെയ്യുക, ആനുകാലിക ദേശീയ രാഷ്ട്രീയ സ്ഥിതികളെക്കുറിച്ച് ചർച്ച ചെയ്യുക, ലോകസ്ഥിതികളെക്കുറിച്ച് ചർച്ച ചെയ്യുക, പരസ്പരം തർക്കിക്കുക, വാദിക്കുക, അങ്ങനെയുള്ള ഒരു സ്നേഹബന്ധം, അടിസ്ഥാനപരമായ സ്നേഹബന്ധമാണ് ബേബിയും ഞാനുമായുള്ളത്. അത് വളർന്നു വരുന്ന ഒരു ഘട്ടങ്ങളുണ്ടല്ലോ, ആ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനപ്പുറം പിന്നെ രാഷ്ട്രീയത്തിൻ്റെ ഓരോ ചുവടുവയ്പ്പുകളും അല്ലെങ്കിൽ ഓരോ കയറ്റ്, അതൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ലേ? തീർച്ചയായിട്ടും. ഞാൻ SFI രംഗത്ത് TKM കോളേജിൻ്റെ ചെയർമാനായതിനു ശേഷം അവരെല്ലാം കൂടെ സഹായിച്ചിട്ടാണ് ഞാൻ ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തുന്നത്. ചെയർമാനായതിനു ശേഷം DC ഓഫീസിൽ ക്യാമ്പാവുന്നു, SFIയുടെ പ്രവർത്തകനായി മാറുന്നു. താലൂക്ക് ജില്ലാ തലത്തിലെ പ്രധാന പ്രവർത്തകരിൽ ഒരാളായി മാറുകയും ബേബിയായി നിരന്തരം സഹകരിക്കേണ്ട സ്ഥിതി ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോഴാണ് ബേബി പിന്നെ കേരള സ്റ്റേറ്റിലെ SFIയുടെ സെക്രട്ടറിയായി മാറുന്നത്. അങ്ങനെ മാറിക്കഴിയുമ്പോഴത്തേക്ക് ഞാൻ അന്ന് ആ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വരുന്നു. സെക്രട്ടറിയായി അദ്ദേഹം മാറുന്നു, ഞാൻ ആ സ്റ്റേറ്റ് കമ്മിറ്റി വരുന്നു. അങ്ങനെ നിരന്തരം ഉള്ള ബന്ധപ്പെടി സ്റ്റേറ്റ് കമ്മിറ്റി കൂടുകൾ മാത്രമല്ല, കൊല്ലത്ത് വന്നിട്ട് കൊല്ലത്തെ ജില്ലയിലെ കോളേജുകൾ വിദ്യാർത്ഥി പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് ആവശ്യമായ നേതൃത്വപരമായ പങ്ക് അദ്ദേഹമാണ് നൽകുന്നത്. വളരെ സാത്വികനും വളരെ സ്നേഹപൂർണ്ണമായ പെരുമാറ്റമാണ്. എടുത്തുചാട്ടവോ ഒന്നുമില്ലാത്ത വളരെ സൗഹൃദമായ ഒരു കുടുംബാംഗത്വപോലുള്ള ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. നിങ്ങൾ തമ്മിലുള്ള ആ രാഷ്ട്രീയം, ആ സമയത്തെ ചർച്ചകളൊക്കെ എങ്ങനെയായിരുന്നു? രാഷ്ട്രീയ ചർച്ച എന്ന് പറയുന്നത് കേരളത്തിലെ സ്ഥിതിഗതികൾ, ഇന്ത്യയിലെ സ്ഥിതിഗതികൾ, ലോകത്തെ സ്ഥിതിഗതികളെല്ലാം ചർച്ച ചെയ്യും. ദൈനംദിനം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരസ്പരം മനസ്സിലാക്കുകയും പരസ്പരം വായിച്ചു വരുന്ന വിവരങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. കൂടാതെ സാഹിത്യ സംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ബേബി നന്നായി വായിക്കുന്ന ആളാണ്. ലോകത്ത് ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ് എല്ലാം പഠിക്കുന്ന ഒരാളെന്ന നിലയിൽ, ഞാനും വായിക്കുന്ന ഒരാളെന്ന നിലയിൽ പരസ്പരം വായിച്ച കാര്യങ്ങളെക്കുറിച്ചും ഗ്രന്ഥങ്ങളെക്കുറിച്ചും ദസ്തയേവ്സ്കിയെക്കുറിച്ചൊക്കെ തന്നെ, ടോൾസ്റ്റോയിയെക്കുറിച്ചൊക്കെ തന്നെ, ഇന്ത്യയിലെ എഴുത്തുകാരെക്കുറിച്ചൊക്കെ തന്നെ ധാരാളം പരസ്പരം ചർച്ച ചെയ്യുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമ, ഒപ്പം സ്പോർട്സ്, ഇതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയും പിന്നെ അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് അറിയാൻ ശ്രമിച്ചിരുന്ന ഒക്കെ ഒരാൾ കൂടിയല്ലായിരുന്നു? അതെ, നൈസർഗികമായ ഒരു സ്വഭാവമാണ്. അതായത് ഈ രാഷ്ട്രീയ വിദ്യാർത്ഥി പ്രസ്ഥാനം കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ പിന്നെ സ്പോർട്സിനോടുള്ള താല്പര്യം,
പിന്നെ ഫുട്ബോളിനുള്ള താല്പര്യം, കൂടാതെ കലയോടുള്ള താല്പര്യം, അങ്ങനെ വ്യത്യസ്തമായ തുറകളിലുള്ള ആർജവവും താല്പര്യവും അതിനുള്ള അഫിനിറ്റി വളരെ ദൃഢമായി ഉണ്ടായിരുന്ന ഒരാളാണ്. അത് ഒരു സാധാരണ മനുഷ്യനെ പോലെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. വെറും രാഷ്ട്രീയം മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരാളായിരുന്നില്ല സാഹിബ് ബേബി. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി വളരെ അടുപ്പവും സ്നേഹവും നമുക്ക് അദ്ദേഹമായിട്ടുണ്ടായിരുന്നു. ഒരുമിച്ച് സിനിമ കാണാൻ പോവുക, കാണുന്ന സിനിമകളെക്കുറിച്ച് സംസാരിക്കുക, അതിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുക, അങ്ങനെ പരസ്പരം അറിയാനും മനസ്സിലാക്കാനും നിലവിലുള്ള സാമൂഹിക ചുറ്റുപാടുകളും സാംസ്കാരിക ചുറ്റുപാടുകളും ഉൾക്കൊള്ളാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ നേതൃത്വപരമായൊരു പങ്ക് വഹിച്ച ആൾ തന്നെയാണ് ബേബി. വളരെ ശാന്തമായി കാര്യങ്ങൾ പറയുകയും വ്യത്യസ്തങ്ങളായ അഭിപ്രായം ഉണ്ടെങ്കിൽ സഹിഷ്ണുതയോടുകൂടി കേൾക്കുകയും ആശയപരമായ ഏറ്റുമുട്ടൽ വരുമ്പോൾ പോലും സഹിഷ്ണുതയോട് കേൾക്കുകയും നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയുക, അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം പറയുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഞാനങ്ങനെ എസ്.എഫ്.ഐയുടെ ജില്ലാ സെക്രട്ടറി ആവുന്നതോടുകൂടി കൂടുതൽ ആ ബന്ധം ദൃഢമാവുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം വന്ന് എസ്.എഫ്.ഐയുടെ സ്റ്റേറ്റ് നേതാവായി പ്രവർത്തിക്കുന്ന കാലമാണ്. എന്നുവെച്ചാൽ ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ട്, സ്റ്റേറ്റ് ജോയിൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. അദ്ദേഹവുമായി ഇന്ന് നിരന്തരം ബന്ധപ്പെടാൻ കഴിയുന്നുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറിയും ബേബി പ്രസിഡൻറ്റുമായിട്ടുള്ള കാലമാണത്. അത് പിന്നെ വളരെ തീക്ഷ്ണമായ ഒരു കാലമാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനം ശക്തിപ്പെട്ട് വരുന്ന ഒരു കാലമാണ്. വലിയ അജിറ്റേഷൻസുകൾ നടക്കുന്ന കാലമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം, വിദ്യാർത്ഥി പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഇടയിൽ ബേബി ഞാനും ആയി ബന്ധപ്പെട്ട് ചന്ദനത്തോപ്പ് ITIയിൽ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം നടത്തേണ്ടി വന്നിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനം അവിടുത്തെ കുട്ടികളുടെ യാത്രാ സൗകര്യത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് നടത്തിയത്. ആ പോരാട്ടത്തിൽ ബേബി ഞാനും കൂടി ആ കോളേജിൽ ചെന്ന് അവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കളായ KSUക്കാർ ഞങ്ങളെ രണ്ടിനെ അതിഭീകരമായി മർദ്ദിക്കുകയാണ്. ബേബി ഉൾപ്പെടെ മർദ്ദിക്കുകയാണ്, എന്നെ മർദ്ദിക്കുകയാണ്. ഈ പിന്നെ കമ്പ് കൊണ്ട് അതിശക്തമായി അടിക്കുകയാണ്. അടിച്ച് ഞങ്ങൾ രണ്ടും കൂടെ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള തീക്ഷ്ണമായ അനുഭവം ബേബിയായിട്ട് ഉണ്ട്. അതിലൊക്കെ തന്നെ ഉറച്ചു നിൽക്കുകയും അതിനായി നമ്മളെ സംരക്ഷിക്കുകയും ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നീട് ഈ പാർട്ടിയുടെ ഓരോ ചുമതലകൾ വഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ ചുമതലകളിലൊക്കെ അദ്ദേഹം എങ്ങനെയായിരുന്നു ഒരു വ്യക്തിബന്ധം, രാഷ്ട്രീയ ബന്ധവും സുഹൃത്ത് ബന്ധവും ഒക്കെ കാത്തു സൂക്ഷിച്ചിരുന്നത്? അതിൻ്റെ ഒരു ഉദാഹരണം, പിന്നെ ഇത്രയും കാലത്തിന് ശേഷവും എൻ്റെ മകളുടെ വിവാഹം നടക്കുക, ഇളയ മകളുടെ വിവാഹം നടക്കുകയാണ്. ബേബിയോട് ഞാൻ പറയാൻ വിട്ടുപോയി. പക്ഷേ കൊല്ലത്ത് അദ്ദേഹം വന്ന ദിവസമായിരുന്നു വിവാഹം. അദ്ദേഹം അത് മനസ്സിലാക്കി കേട്ടറിഞ്ഞ് ആ വിവാഹ സ്ഥലത്ത് വരികയും ഞങ്ങളെ കാണുകയും ആ വിവാഹത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിൽ തന്നെ അത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അത്തരത്തിൽ തന്നെ വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളാണ് ബേബി. അദ്ദേഹത്തെ കൂടുതൽ ഇടപെടാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം ഞാൻ ഒരേ തരത്തിലാണ് പ്രവർത്തിച്ചത്. അദ്ദേഹം പ്രസിഡൻറ്റ്, ഞാനകത്ത് ജോയിൻറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ വൈസ് പ്രസിഡൻറ്റ്. വർഷങ്ങളോളം 8 വർഷത്തോളം ഞാൻ എസ്.എഫ്.ഐയുടെ ജോയിൻറ്റ് സെക്രട്ടറിയും വൈസ് പ്രസിഡൻറ്റുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം അഖിലേന്ത്യാ പ്രസിഡൻ്റായപ്പോൾ ഞാൻ ആ സെൻട്രൽ കമ്മിറ്റി അംഗമാണ്. സീതാറാം യെച്ചൂരി അന്ന് ജോയിൻറ്റ് സെക്രട്ടറിയാണ്. ഞാനും ആ സെൻട്രൽ കമ്മിറ്റി അംഗമാണ്. അശോക് ധൗളയും അന്ന് അതിൽ അംഗമാണ്. അങ്ങനെ കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെയുള്ള, അതായത് ഈ പ്രസ്ഥാനത്തെ ഇന്ത്യയിലാകമാനം കെട്ടിപ്പടുക്കാൻ എന്താണ് വഴി, എങ്ങനെ ചെയ്യണം, എങ്ങനെ അജിറ്റേഷൻ സംഘടിപ്പിക്കണം, ഏത് മുദ്രാവാക്യങ്ങൾ ഉന്നയിക്കണം, തീക്ഷ്ണമായ ചർച്ചകളാണ് കമ്മിറ്റികൾ നടക്കുക. അല്ലാതെ സോപ്പിട്ട വർത്തമാനമൊന്നുമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളും ചർച്ചയും പുതിയ ഫോർമുലകൾ രൂപപ്പെടുത്താൻ ആവശ്യമായുള്ള സംവാദങ്ങളും ഒക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ അതിന് തീക്ഷ്ണമായ പക്വതപരമായ നേതൃത്വമാണ് ബേബി എക്കാലത്ത് നൽകിയിട്ടുള്ളത്. നമ്മൾ കേട്ടിരിക്കുന്നത് ഈ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള സഖാവ് MA ബേബിയുടെ ആ ഒരു ചുവടുവയ്പ്, അതിനൊക്കെ വഴിവെച്ച ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ അറിവുകളും അതിന് സപ്പോർട്ടീവായിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാം. അദ്ദേഹം കേരള സ്റ്റേറ്റിൻ്റെ ഭാരവാഹിയായിരിക്കുമ്പോഴാണ് അഖിലേന്ത്യാ തലത്തിലേക്ക് അദ്ദേഹം പ്രവർത്തിക്കേണ്ടി വരുന്നത്. നമ്പൂതിരിപ്പാട് അന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കാലമാണ്. നമ്പൂതിരിപ്പാട് BT രണദുവെ, സുർജിത് സിംഗ് ഒക്കെ ഉള്ള വലിയ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സൈദ്ധാന്തികന്മാർ, അനുഭവ സമ്പത്തുള്ള ത്യാഗപൂർണമായ നേതൃത്വം പങ്കുവച്ചിട്ടുള്ളവരുമായിട്ടുള്ള അടുപ്പം അവർ അദ്ദേഹത്തിൽ നേതൃത്വത്തെ കണ്ടെത്തി. പ്രത്യേകിച്ചും നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിലുള്ള നേതൃത്വ പാഠവത്തെ കണ്ടെത്തി. അന്ന് അദ്ദേഹം എസ്.എഫ്.ഐയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി പ്രവർത്തിക്കുകയാണ്. ഞാൻ ആ കമ്മിറ്റിയിലുണ്ട്. ഡൽഹിയിലാണ് പ്രവർത്തന കേന്ദ്രം. ഡൽഹിയിൽ പ്രവർത്തന കേന്ദ്രമാണെങ്കിൽ പോലും കേരളത്തിൽ വരുമ്പോൾ കൊല്ലത്ത് വരികയും പരസ്പരം കാണുകയും സംസാരിക്കുകയും അപ്പോഴും സിനിമയ്ക്ക് പോവുകയും ചെയ്യുന്ന ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. സിനിമയ്ക്ക് പോവുക മാത്രമല്ല, ബന്ധം എല്ലാ തരത്തിലും പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ബന്ധം ബേബിയും ഞങ്ങളുമായിട്ടുണ്ട്. വൈസ് പ്രസിഡൻ്റായിട്ട്
അപ്പം ഈ ഒരു ഘട്ടങ്ങളിലൊക്കെ ചേച്ചിക്ക് എന്താണ് MA ബേബിയെ കുറിച്ചിട്ടുള്ള ആ ഒരു അനുഭവം? ഞാനിവിടെ TKM കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ബേബിയെ കാണുന്നത്. അവിടെ വെച്ചിട്ടാണ്, കോളേജ് അങ്കണത്തിൽ വെച്ചാണ് ഞാൻ ആദ്യം കാണുന്നത്. അന്നേരം അവിടെ ഈ സുമാരൻ പറഞ്ഞതുപോലെ ആ സമയത്തുള്ള ആ ഒരു ഇലക്ഷനും അതും പാർട്ടിയുടെ ഒരു പ്രവർത്തനത്തിൻ്റെ വർധനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തെ കാണുകയാണ്. അന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ലീഡർഷിപ്പിൻ്റെ ഒരു രീതി നമുക്ക് മനസ്സിലാകുന്നുണ്ട് ആ സമയത്ത് തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് പോയിട്ട് DC ആയിട്ട് ബന്ധപ്പെട്ട്, ഞാൻ ഫാത്തിമയിലാണ് പഠിച്ചത്, ഞാൻ DC ആയിട്ട് ബന്ധപ്പെട്ട് പടിപടിയായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള ഉയർച്ച അതിനോടൊപ്പം വരുന്നു. അപ്പോഴും DC ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോഴും ബേബിയാണ് ലീഡർഷിപ്പിലുള്ളത്. അത് കഴിഞ്ഞിട്ട് സുകുമാരൻ, ഗോകുലേന്ദ്രൻ, പിന്നെ RS ബാബു, പിന്നെ സുന്ദരേശൻ, അനിൽ, അമ്പലക്കര അനിൽ, ഇവരെല്ലാവരും ഉണ്ട് അന്ന്. അന്നേരം ആ രീതി പ്രവർത്തിച്ച് വരുമ്പോൾ ഞാനും ഒരു വിലാസിനിയും മാത്രമാണ് അന്നുണ്ടായിരുന്നത് പെണ്ണുങ്ങളായിട്ട്, അല്ല വേറെ ഒരാളില്ല. അന്ന് ഈ കോളേജുകളിലൊക്കെ SFIയുടെ പേരിൽ സ്ത്രീകളെ സംഘടിപ്പിക്കാൻ, വിദ്യാർത്ഥിനികളെ സംഘടിപ്പിക്കാൻ വളരെ പാടാണ്. ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരുമാണ് കൊല്ലം ജില്ലയിൽ ആകെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ട് വരുമ്പോൾ അതിനെയൊക്കെ നേതൃത്വം തരികയും നമുക്ക് എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരികയും എടുക്കുകയും നമുക്കൊരു നമ്മളെ കൊണ്ടുപോകുന്നതിലൊരു വലിയ ചാലകശക്തി തന്നെയായിരുന്നു ബേബി. കാര്യം നേതാവെന്നുള്ള നിലയിലും ഒക്കെ തന്നെ ആ രീതിയിലേക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ മേഴ്സിയൊക്കെ പിന്നെ കടന്നു വരുന്നത്. മേഴ്സിയെ വിലാസിനിയും ഞാനും കൂടെ ചേർന്നിട്ടാണ് മേഴ്സിയെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നത്, വിദ്യാർത്ഥി സംഘടനയിലേക്ക് കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ ശാസ്താംകോട്ടയിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം സ്ത്രീകളുടെ ഇടയ്ക്കുണ്ട്, പെൺപിള്ളേരുടെ ഇടയ്ക്ക്. അന്നേരം അത് ആ കമ്മിറ്റികളിൽ ജില്ലാ ഘടകത്തിൽ, അന്ന് ജില്ലാ കമ്മിറ്റിയിലുണ്ട് ഞാൻ, ജില്ലാ കമ്മിറ്റിയിലൊക്കെ അവിടെ നിന്നുള്ള വലിയ കോളേജുകളിൽ നിന്നൊന്നും പാർട്ടിസിപ്പേഷനൊന്നും ഇല്ല. ആ ശാസ്താംകോട്ട കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥിനികൾ വന്നിട്ട് അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ അത് നമ്മളെ വല്ലാതെ ഭയങ്കരമായി നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ട്, നമ്മളെ ഒക്കെ ഒരു ആർജവം തരുന്നുണ്ട്. ഇത്തരത്തിൽ ആ രീതിയിലേക്കാണ് വിദ്യാർത്ഥി പ്രസ്ഥാനം കൃത്യമായിട്ട് പോകുന്നത്. അതിന് ശേഷമൊക്കെയാണ് മേഴ്സിയുടെ കടന്നു വരവ്. മേഴ്സിയെ ഫാത്തിമ കോളേജിൽ മേഴ്സി അറച്ചു നിന്നപ്പോൾ അതല്ല വന്ന ഒരു കമ്മിറ്റിയിൽ ഇരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഞാനും വിലാസിനിയും കൂടാണ് പിടിച്ച് കൊണ്ടുപോയി ചേർത്തതുമൊക്കെ. അങ്ങനെ വിലാസിനി ആദ്യം പിന്നെ എനിക്ക് ചില ബ്രേക്കിങ് വന്നു, എൻ്റെ കുടുംബപരമായിട്ടുള്ള രീതിയിലുമൊക്കെ എനിക്ക് പ്രവർത്തനത്തിൽ ചില ബ്രേക്കിങ് വന്നു. ഈ സമയത്തൊക്കെ മേഴ്സി, ആ ബ്രേക്കിങ്ങിലാണ് മേഴ്സി കടന്ന് മേലേക്ക് വരുന്നത്. വിലാസിനി ഇപ്പോഴും പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടുണ്ട്, ഒന്നും ആയില്ല, പക്ഷേ എന്നാലും വിലാസിനിയുടെ ആ ഒരു പാർട്ടി ബന്ധവും പാർട്ടിയോടുള്ള കൂറും അതും ഇതുമെല്ലാം അത് നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ്. തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വന്ന ഇതാണ്. വിലാസിനെ മറന്നിട്ട് ഇവിടുത്തുള്ള SFIയുടെ വിദ്യാർത്ഥിനി പ്രസ്ഥാനത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് സഖാവ് MA ബേബിയെ കുറിച്ചിട്ടുള്ള ഇല്ലേ, ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ള, അവർ തന്ന ഊർജം അല്ലെങ്കിൽ അവർ കാട്ടിത്തന്ന വഴികൾ, ദേഹവും ഒക്കെ ആയിട്ടില്ലേ ആ ഓർമ്മകളൊക്കെ. ആ ഓർമ്മകളെന്ന് പറഞ്ഞാൽ DC ഓഫീസിൽ നിന്ന് അന്ന് N ശ്രീധരൻ, നമ്മുടെ NS, അദ്ദേഹം ഒരു പിതാവിനെ പോലെ അവിടെ ഉണ്ട്, പാർട്ടി ഓഫീസിലുണ്ട്. അന്നേരം നമ്മൾ കോളേജിൽ നിന്ന് നേരെ അങ്ങ് പാർട്ടി ഓഫീസിൽ പോവും. അവിടെ ഇവരുടെ എല്ലാം ഒരു സമ്മിശ്രമായ ഒരു രീതിയാണ് എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തിലും നമ്മളെ ഊർജം തന്ന് ഈ പ്രസ്ഥാനത്തിൽ അടിയുറപ്പിച്ച് നിർത്തുന്ന കാര്യത്തിലും നമ്മൾ നടത്തുന്ന അവർ തരുന്ന അജിറ്റേഷൻസ്, വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കാനും നമ്മുടെ ആശയങ്ങൾ അവരിലേക്ക് സന്നിവേശിപ്പിക്കാനും വേണ്ടിയിട്ട് ഇവർ തരുന്ന കാര്യങ്ങൾ, അജിറ്റേഷൻസ്, മറ്റ് എല്ലാ മേഖലകളിലും നമ്മളവരെ നമുക്ക് തന്നുകൊണ്ടിരുന്ന ഒരു ആളാണ് ബേബിയെ മാത്രം പറഞ്ഞാൽ പോരാ, ബേബി അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് സഹാക്കളുണ്ട്. അവർ പത്തനംതിട്ടയിലെ രാജു എബ്രഹാം ഇവരൊക്കെ ഉണ്ടെന്ന്. അത് ആ രീതിയിലാണ് ആ ബന്ധം വരുന്നത്. ബേബി പിന്നെ മേളിലേക്ക് പോയി സ്റ്റേറ്റ് കമ്മിറ്റിയിലൊക്കെ പോയി ഒക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ വെറ്റിയായിട്ട് ബന്ധപ്പെടുകയും, വെറ്റി ഞങ്ങളുമൊക്കെ ഒന്നിച്ച് വിദ്യാർത്ഥിനി സംഘടനയിൽ വർക്ക് ചെയ്തതാണ് സ്റ്റേറ്റ് കമ്മിറ്റിയിലൊക്കെ അപ്പോഴത്തേക്ക് വെറ്റി ഒക്കെ അന്ന് ബേബി സ്റ്റേറ്റ് കമ്മിറ്റി ഇരിക്കുമ്പോഴാണ് വെറ്റിയായിട്ട് പരിചയപ്പെടുന്നത്. ഞങ്ങൾ എല്ലാവരും കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ് ആ ബന്ധം വരുന്നതും അങ്ങനെ വെറ്റിയെ കല്യാണം കഴിക്കുന്നതും ഒക്കെ. അത് വെറ്റിമാ അതൊക്കെ അന്ന് പറഞ്ഞ ഓർമ്മയൊക്കെ ഉണ്ടോ ഇങ്ങനെ ഒരു ബന്ധം? പിന്നെ തീർച്ചയായിട്ടും
വെറ്റി വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്ത്രീയാണ്, മനസ്സിലായി. നല്ലൊരു വലിയ ഒരു പണക്കാരൻ്റെ ഫാമിലിയിൽ നിന്ന് വന്ന ഒരു കുട്ടിയാണ്. പക്ഷേ എന്നാലും ആ വിദ്യാർത്ഥിനി ഒരു SFI എന്നുള്ള നിലയ്ക്ക് ആ വിദ്യാർത്ഥി സംഘടനയിലും വളരെ ആർജവത്തോടു കൂടി വർക്ക് ചെയ്ത ഒരു പെൺകുട്ടിയാണത്. അന്നേരം അന്ന് ഞങ്ങൾ ഇരുന്ന് സമ്മേളന കാലങ്ങളിലൊക്കെ രാത്രി കിടന്നുറങ്ങുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ ഞങ്ങളിരുന്ന് ഈ കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയും. അന്നേരം വെറ്റി ഈ കാര്യം ആദ്യം പറഞ്ഞിരുന്നത് എന്നോടായി ഇങ്ങനെ ഇദ്ദേഹത്തോട് ഇഷ്ടമുണ്ട് എന്നുള്ളത് പറയുന്നത്. അന്നേരം വെറ്റിക്ക് ഒരുപാട് ഇദ്ദേഹത്തെക്കുറിച്ച് അറിയണമായിരുന്നു. കാര്യം ഒരു ബന്ധത്തിലേക്ക് ഏർപ്പെടുമ്പം അറിയണമല്ലോ. അന്നേരം പല കാര്യങ്ങളും ചോദിക്കും. അന്നേരം എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയും. അപ്പോഴൊക്കെ ഞാൻ വെറ്റിയോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളൊരു കാര്യമുണ്ട്. വളരെ രുചിവായൊരു മനുഷ്യനാണ്. തന്നെയല്ല, കക്ഷി വളരെ വിവിധ മേഖലയിൽ അറിവ് നേടുന്ന ഒരു കക്ഷിയാണ് എന്നൊക്കെ ഞങ്ങൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇങ്ങനെ പറയും. അങ്ങനെ വെറ്റി ആ ബന്ധത്തിലേക്ക് പോയെങ്കിലും വെറ്റിയെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിലും മറ്റ് ആരേക്കാളും വന്ന കുടുംബം വേറൊരു സെറ്റപ്പാണ്. എന്നാൽ പോലും ഇദ്ദേഹത്തിൻ്റെ എല്ലാ ജീവിത രീതികളിലും ലയിച്ചു ചേർന്ന് ജീവിച്ച ഒരു സ്ത്രീയാണ് വെറ്റി. അതിപ്പോഴും അങ്ങനെ തന്നെ വെറ്റി തുടരുന്നത്. വെറ്റിയെ എപ്പോഴും നമ്മൾ ഇങ്ങനെ കൂടുതൽ ബന്ധം ഇപ്പോൾ ഇല്ല, എന്നാലും ഇടയ്ക്ക് കാണുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ ഭയങ്കര ആ ഒരു ബന്ധം ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ സുൽമാനാണ് കൂടുതൽ ബന്ധം അവരുമൊക്കെ ആയിട്ട്. ആ ഓർമ്മകളൊക്കെ അവരുടെ അടുപ്പവും ബന്ധവും അന്നൊക്കെ. ബേബിയുടെ ഒരു പ്രത്യേകത, കമ്മിറ്റിയും യൂണിറ്റി പോക്ക് തീക്ഷ്ണമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കുന്നതാണ് ഈ ജില്ലയിൽ വഹിക്കുന്ന ഒരാളാണ് ഞാൻ. അന്ന് ഞാൻ SFI ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ 1-2 കോളേജുകൾ മാത്രമാണ് ജയിച്ചിട്ടുള്ളൂ. ബാക്കി പത്തനാപുരം, അഞ്ചൽ, പുനലൂർ, അന്ന് പത്തനംതിട്ട കൂടി ഈ ജില്ലയിലാണ്. കാത്തലിക് കോളേജ്, റാന്നി സെൻറ്റ് തോമസ് കോളേജ്, കോഴഞ്ചേരി കോളേജ്, ഇവിടെയൊക്കെ പോയിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാവും. കാരണം അത് ഇവിടെ ഒന്നും കയറി പറ്റാൻ പറ്റുന്ന അവസ്ഥയല്ല ഉള്ളത്. അവിടെ പോയി പോരാട്ടം നടത്തി അടിയും കൊണ്ട് മറ്റുള്ള വഴക്കും കേട്ട് വളരെ പ്രയാസപ്പെട്ട് മൂവ്മെൻറ്റ് കെട്ടിപ്പടുക്കുമ്പോൾ ബേബി ജില്ലാ കമ്മിറ്റിക്ക് പങ്കെടുക്കാൻ വരുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അത് കേൾക്കുകയും ക്ഷമയോടുകൂടി മനസ്സിലാക്കുകയും നമുക്കാവശ്യമായ പ്രേരക ശക്തിയായി പ്രവർത്തിക്കുകയും ചെയ്യും. ഈ ജില്ലാ കമ്മിറ്റിയെല്ലാം കഴിഞ്ഞിട്ട് ബേബി ചെയ്യുന്നൊരു കാര്യം, വാസുകുമാരാ നമുക്ക് വീട്ടിൽ പോവാം. ബേബി അതായത് ജോൺസൺ ചേട്ടനുണ്ട്, ബേബിയുടെ സഹോദരങ്ങൾ കൊല്ലത്താണുള്ളത്. ആ കൊല്ലത്തുള്ള സഹോദരങ്ങളുടെ വീട്ടിൽ നമ്മളെയും വിളിച്ചുകൊണ്ട് പോയി. അമ്മയുണ്ട്, ബേബിയുടെ അമ്മ മൂത്ത ബ്രദറിനോടൊപ്പം താമസിക്കും. അവിടെ പോയി അമ്മയും കണ്ട് സംസാരിച്ച് ഒരു കുടുംബത്തെ പോലെ അവിടുന്ന് ഭക്ഷണവും കഴിച്ച് പിന്നെ തിരിച്ച് ഒരുപക്ഷെ അവിടെ കിടന്നുറങ്ങുമോ അല്ലെങ്കിൽ തിരിച്ച് DC ഓഫീസിൽ നിന്ന് പേപ്പർ വിരിച്ച് ബെഞ്ചുണ്ട് പേപ്പർ വിരിച്ച് കിടന്നുറങ്ങുന്ന സ്ഥിതിയാണ്. അന്ന് 17 വർഷക്കാലം ജില്ലാ സെക്രട്ടറി ആയിരുന്ന PK ഗുരുദാസ് അന്ന് കൊല്ലം ഏരിയ സെക്രട്ടറിയാണ്. അദ്ദേഹവും ഈ ഒരു പേപ്പർ വിരിച്ചാണ് അവിടെ കിടക്കുക. NS മാത്രമേ ഉള്ളൂ. അകത്തൊരു കട്ടിലുണ്ട്, ഒരു കട്ടിൽ, ചെറിയ ഒരു കട്ടിൽ. ആ കട്ടിൽ NS കിടക്കും. എന്നിട്ട് വന്ന് ഞങ്ങളോട് ചോദിക്കും, അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമാണ്, വല്ലതും കഴിച്ചോ, ആഹാരം കഴിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് മാത്രമേ എന്നെ സംസാരിച്ചു തുടങ്ങൂ. അങ്ങനെയുള്ള ഒരു കൾച്ചർ അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ മനസ്സിലാക്കി, മനുഷ്യൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കി കൈകാര്യം ചെയ്യുന്ന ഒരു നേതൃത്വപരമായ പങ്ക് അന്ന് കൊല്ലത്തുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഈ കേരളത്തിലെ ഇന്ന് കാണുന്ന നേതൃത്വമെല്ലാം തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തോട് വളർന്നു വന്നതാണ്. MA ബേബി, കൊടിയേരി, AK ബാലൻ, തോമസ് ഐസക്ക്, സുരേഷ് കുറുപ്പ് എന്ന് വേണ്ട പി ശശി അവരെല്ലാം ഈ മൂവ്മെൻറ്റിലൂടെ വളർന്നു വന്നവരാണ് ഇന്ന് കാണുന്ന നേതൃത്വം മൊത്തം. അവരോടെല്ലാം ചേർന്ന് നിന്നും അവരോടൊപ്പം തുല്യമായും പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. SOയുടെ ജില്ലാ സെക്രട്ടറി, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജില്ലാ സെക്രട്ടറി ആയിരുന്നിട്ടുള്ള കൊല്ലത്ത് ഞാനാണ്. 8 വർഷക്കാലം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അവസാനം നിർബന്ധപൂർവ്വം ഞാൻ മാറുകയാണ് ചെയ്തത്. ആ സമയത്ത് ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ്, ജോയിൻറ്റ് സെക്രട്ടറി, ആൾ ഇന്ത്യ കമ്മിറ്റി മെമ്പർ. അപ്പം തന്നെ NS എന്നെ കൊണ്ടുപോയി പത്തനംതിട്ട പാർട്ടിയുടെ ചുമതലക്കാരനാക്കി മാറ്റി. അങ്ങനെ ഈ പാർട്ടിയുമായി ഇഴുകിച്ചേർന്ന് എണ്ണപിരിയാത്ത ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. നാളിതുവരെയും മുന്നോട്ട് പോകും. സാംസ്കാരിക രംഗത്തായാലും വിദ്യാർത്ഥി രംഗത്തായാലും വിദ്യാർത്ഥി നേതൃത്വമായാലും എല്ലാവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. പ്രകാശ്കാരുമായിട്ട് ഒഴിയുമ്പോഴാണ് ബേബി ഭാരവാഹിയായി വരുന്നത്. പ്രകാശ്കാരുമായിട്ടുള്ള ബന്ധം സുജിത്ത് കാണുന്നത് EMS ആയിട്ട് വളരെ ഞാൻ ഈ ചിന്തയിൽ ലേഖനം ഇടുമായിരുന്നു. ആ ലേഖനത്തെക്കുറിച്ചൊക്കെ EMS പ്രതിപാദിച്ചിട്ടുണ്ട്. SEC ആയിട്ടൊക്കെ തന്നെ സമരം നടക്കുന്ന ഘട്ടത്തിൽ SECക്കെതിരായി ഞാൻ ആർട്ടിക്കിൾ എഴുതി. ആ ആർട്ടിക്കിളൊക്കെ തന്നെ EMS വായിച്ചിട്ട് ആരാണ് ഈ സുകുമാരനെന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. മാത്രമല്ല EMSുമായിട്ട് അടിയന്തരാവസ്ഥയിൽ എല്ലാവരും ഒളിവിലായിരിക്കുന്ന കാലഘട്ടത്തിൽ പാർട്ടിയുടെ ഫണ്ട് പിരിക്കാൻ നിരന്തരം EMS ഇവിടെ വരുമ്പോൾ, പാർട്ടിയുടെ ഫണ്ട് ഏറ്റുവാങ്ങാൻ നിരന്തരം വരുമ്പോൾ NS എന്നെയാണ് ഒളിവിൽ നിന്നുകൊണ്ട് എന്നെയാണ് അദ്ദേഹത്തോടൊപ്പം അയക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള വളരെ വലിയ വ്യക്തിബന്ധം
പിന്നെ ഈ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടുണ്ട്. അതെല്ലാം സാഹു ബേബിക്ക് അറിയാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു പിന്നെ ഈ ധാർമ്മികതയും സ്നേഹപൂർണ്ണവുമായ ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ നിലവിലുണ്ട്. അത് ഞങ്ങൾ അവർ ബേബിയായിട്ട് മാത്രമല്ല, കേരളത്തിലെ എല്ലാ നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും നിലവിലുണ്ട്. അവർക്കെല്ലാം വളരെ ഇഷ്ടത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയിട്ടാണ് എന്നെയും വിമലയും കാണുന്നത്. എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഇവരെല്ലാവരും വീട്ടിൽ വന്നതാണ്. എല്ലാവരും വീട്ടിൽ വന്ന് വർഷങ്ങളെല്ലാം കഴിഞ്ഞ് എന്നിട്ടും എൻ്റെ അമ്മ മരിച്ചപ്പോൾ എല്ലാവരും, കാര്യം എൻ്റെ വീട് എല്ലാ ഈ നേതാക്കളെല്ലാം വന്ന് അമ്മ കൊടുത്ത ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഐസക്കും എല്ലാം വന്നിട്ടുണ്ട്. അന്നേരം ആ ഒരു ബന്ധം എപ്പോഴും നമ്മൾ കാത്ത് സൂക്ഷിക്കുന്നുണ്ട്. എന്നാൽ ആ രീതിയിലാണ് പോകുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്നത് ബേബിയാണ്. അതാണ് എൻ്റെ ഇത്. അന്നേരം ഈ ഒരു പ്രത്യേക സംസ്കാരം, ഒരു പ്രസ്ഥാനത്തിന് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അനുയോജ്യമായ ഒരു സംസ്കാരം കെട്ടിപ്പടുത്ത് അതിനെ ആ സംസ്കാരത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബേബി കാണിച്ച തൃഷ്ണ വലുതാണ്. മനസ്സിലായി? അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാലകശക്തി അതായിരുന്നു. അന്നേരം ആ രീതിയിലൊരു സംസ്കാരം കെട്ടിപ്പടുത്തെടുത്താണ് ഇപ്പോഴ് ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. മനസ്സിലായോ? അന്നേരം ആ രീതിയിലുള്ള ഒരു വ്യത്യാസം നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ബേബി ഈ ഒരു ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്നത്. അന്നേരം ബേബിക്ക് ഒരുപാട് ഇനി ചെയ്യാനുണ്ട്. ബേബിക്ക് ഭയങ്കരമായ ഉത്തരവാദിത്വമാണ്. ഇപ്പം യെച്ചൂരിയോ അല്ലെങ്കിൽ പ്രകാശ് കരാട്ടോ ഒക്കെ ഏറ്റെടുത്തതുപോലെയുള്ള ഒരു രീതിയല്ല ബേബി ഏറ്റെടുക്കുമ്പോൾ. കാര്യം കേരളം എന്ന് പറയുന്നിടത്ത് ഇപ്പം പ്രസ്ഥാനമുള്ളൂ. അന്നേരം ആ പ്രസ്ഥാനത്ത് ബാക്കിയെല്ലാം പ്രസ്ഥാനമുണ്ട്, പക്ഷേ ശരിക്കും ഒരു മിനിസ്ട്രിയും അതിൻ്റേതായ കാര്യങ്ങളും ഒക്കെ ഉള്ളത് കേരളത്തിലാണ്. അന്നേരം ആ കേരളത്തിനെ ചലിപ്പിച്ച ആ വ്യക്തി എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ആ പാഠം എന്താണെന്ന് ബോധവും അതിൻ്റെ ഒരു പരിചയമുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ബേബിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ് കയ്യിലേക്ക് വന്നിരിക്കുന്നത്. കാര്യം പ്രസ്ഥാനം അന്ന് കൊണ്ടുപോയ പ്രസ്ഥാനമല്ല, അന്ന് ആൾ കുറവുണ്ട്, ആളിനെ സംഘടിപ്പിക്കാം. പക്ഷേ സംസ്കാരത്തിന് വ്യത്യാസം വന്നു കഴിഞ്ഞു. മനസ്സിലായോ? അന്നേരം ആ സാംസ്കാരിക നില കൂടെ ഉൾക്കൊണ്ട് ഈ പ്രസ്ഥാനത്ത് മുന്നോട്ട് നയിപ്പിക്കേണ്ട വലിയൊരു കടമ്പയാണ് ബേബിയുടെ കയ്യിൽ ചുമതലയിലുള്ളത്. അത് കൃത്യമായി ചെയ്യും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. തീർച്ചയായിട്ടും അദ്ദേഹം പിന്നീട് ഈ നേട്ടങ്ങളൊക്കെ ഓരോരോ നേട്ടങ്ങളിലൂടെ പാർട്ടിയിൽ പടിപടിയായി ഉയരുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഈ കൂടെ പ്രവർത്തിച്ചിരുന്നു ആ വർഷങ്ങളും ഒക്കെ ഓർത്തെടുത്തുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു അഭിമാനമുണ്ടല്ലോ, അതിനെക്കുറിച്ച്? തീർച്ചയായിട്ടും അത് അഭിമാനപൂർവ്വം കേരളത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് വളർന്നു വന്ന നേതാവാണ് സാഹു ബേബി. അതിനുള്ള സാത്വികമായ അടിത്തറയും രാഷ്ട്രീയമായ പക്വതയും പിന്നെ അനുഭവ സമ്പത്ത് വളരെ പ്രധാനമാണ്. അനുഭവ സമ്പത്തും ആ സഖാവിന് മുതൽക്കൂട്ടായി മാറി. അപ്പോൾ പോലും എവിടെ എത്തിയാൽ പോലും പിന്നെ എളിമയോ വിനയമോ പരിചയമോ പിന്നെ മറയ്ക്കുന്ന ആളല്ല സാഹു ബേബി. എല്ലാവരെയും പേരെടുത്ത് വിളിക്കും. എവിടെ വെച്ചാൽ സുകുമാരനിപ്പോൾ ഒന്ന് എന്തുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് എവിടെ വെച്ച് കണ്ടാലും ചോദിച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ട് മാത്രമേ പോകാറുള്ളൂ. അത്രമാത്രം ബന്ധങ്ങൾ സൂക്ഷിക്കുകയും ആ സഹാക്കളെ മനസ്സിലാക്കുകയും അവരവസ്ഥ മനസ്സിലാക്കുകയും ചെയ്യുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. മാത്രമല്ല വളരെ സിമ്പിളാണ് സാഹു ബേബി, വളരെ സിമ്പിളാണ്. അടിയന്തരാവസ്ഥ കാലത്ത് പിന്നെ DC ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പം പോലീസ് വലയം ചെയ്ത് നിൽക്കുകയാണ്. അതിൽ നിന്ന് ഞാൻ മാത്രമേ അപ്പോൾ അവിടെ ഉള്ളൂ. അതിൽ നിന്ന് രക്ഷപ്പെട്ട് ട്രിവാൻഡ്രത്ത് ചെന്നിട്ടാണ് സാഹു ബേബി സമരത്തിൽ പങ്കെടുത്തിട്ടാണ് അന്ന് അറസ്റ്റ് ചെയ്യുന്നത്. ഭയങ്കരമായ മർദ്ദനേറ്റ് പിടിക്കേണ്ടി വന്ന ഒരവസ്ഥ സാഹു ബേബിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്തെല്ലാം അനുഭവങ്ങളാണ് ആ സഹാവായിട്ട് നമുക്കുള്ളത്. വ്യക്തിപരമായുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരു നേതാവെന്ന് തോന്നില്ല, നമ്മൾ സഹോദരനെ പോലെ തോന്നും. അങ്ങനെയാണ് ആ സഹാവ് എപ്പോഴും നമ്മൾ സഹകരിക്കുക. പിന്നെ വളരെ അടുപ്പം, ഒരു സഹോദരതുല്യമായ അടുപ്പം എപ്പോഴും പ്രകടിപ്പിക്കുക. എവിടെ വെച്ച് കണ്ടാലും എപ്പോൾ കണ്ടാലും അക്കാര്യങ്ങളിൽ വളരെ വിട്ടുവീഴ്ചയില്ലാത്തൊരു മനോഭാവം അദ്ദേഹത്തിനുണ്ട്. അത് ഒരു നല്ല കമ്മ്യൂണിസ്റ്റിന് P. കൃഷ്ണപിള്ളയൊക്കെ പോലുള്ളവർക്കുണ്ടായിരുന്ന അനുഭവമാണ്, NS പോലുള്ളവർക്കുണ്ടായിരുന്ന സ്വഭാവമാണത്. മനുഷ്യനെ ഈ പിന്നെ യാന്ത്രികമായിട്ടല്ല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തിക്കേണ്ടത്. ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക, ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുക, മറ്റുള്ളവരെ മനസ്സിലാക്കുക, അവരുടെ ജീവിതത്തിൽ ഇടപെടുക, അവരുടെ കാര്യങ്ങൾ ഉൾക്കൊള്ളുക. എനിക്കൊരു ഓർമ്മയുണ്ട്, സാഹു ബേബിക്ക് പിന്നെ ട്രിവാൻഡ്രത്ത് വെച്ച് വലിയ മർദ്ദനം ഏൽക്കേണ്ടി വന്നു. അത് ഏറ്റിട്ട് ചികിത്സയ്ക്കായിട്ട് കോടിയേരി ബാലകൃഷ്ണനാണ് ബേബിയെ കൊല്ലത്ത് കൊണ്ടുവരുന്നത്. കൊല്ലമാണല്ലോ ബേബിയുടെ ജില്ല. NS കാണാനായിട്ടാണ് വന്നത്. അപ്പോൾ ആ കൊല്ലത്ത് വന്ന് ബേബിയെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് NSനോട് സംസാരിച്ച് NSമായിട്ട് സംസാരിച്ചിട്ട് ബേബിയെ ട്രീറ്റ് ചെയ്യാൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴൊക്കെ ഞാൻ അവിടെ ഉണ്ട്. അപ്പോഴൊക്കെ അതിൽ അവരോടൊപ്പം ഇടപെടുകയും അവരോടൊപ്പം പിന്നെ അവരെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവരോടൊപ്പം സഹകരിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് എനിക്കുണ്ടായിരുന്നത്. എന്നുവെച്ചാൽ നമുക്ക് സഹോദരങ്ങളെപ്പോലെ തോന്നത്തുള്ളൂ. അദ്ദേഹം നേതാവായിട്ട് തോന്നത്തില്ല,
കോടിയേരി ബാലകൃഷ്ണൻ അതുപോലെ സഹോദരൻ എന്താ സുകുമാര എന്ന് വിളിച്ച് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ഒരു സഹോദരൻ വിളിക്കുന്ന കണക്കാണ് നമുക്ക് തോന്നുന്നത്. അത്രമാത്രം സ്നേഹത്തോടുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്. പിന്നെ അദ്ദേഹം ആൾ ഇന്ത്യ നേതാവായി മാറുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഡൽഹിയായി. അതുകൂടാതെ അദ്ദേഹം പാർട്ടിയുടെ ഇൻ്റർനാഷണൽ ചുമതലക്കാരനായി. അപ്പോൾ ഇവിടേക്കുള്ള വരവ് കുറഞ്ഞു. എന്നാൽ കൊല്ലത്ത് വരുമ്പോൾ പരസ്പരം കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ പിന്നെ എന്നെ കാണുകയും സന്തോഷം പങ്കുവയ്ക്കുകയും പല കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. പിന്നെ സ്നേഹസമ്പന്നമായ ഒരു അദ്ദേഹം പിന്നെ കുണ്ടറ മത്സരിക്കുമ്പോൾ ഞാനാണ് പഴയകാല SFIക്കാരെ എല്ലാം കൂടെ സംഘടിപ്പിച്ച് അവിടെ SFIയുടെ ഒരു പ്രത്യേക ക്യാമ്പയിൻ ആരംഭിക്കുന്നത് കുണ്ടറ. അതിൻ്റെ ചുമതലക്കാരിൽ ഒരാളായിരുന്നു. അന്ന് ജയദേവൻ ജീവിച്ചിരിപ്പുണ്ട്, ഗോകുലേന്ദ്രനുണ്ട്, പിന്നെ സുന്ദരേശനുണ്ട്, അനിലുണ്ട്, സോമപ്രസാദുണ്ട്, പഴയ സഹാക്കളെല്ലാം ഉണ്ട്. അവരെല്ലാം കൂടി സംഘടിപ്പിച്ച് കോർത്തിണക്കി ഡോക്ടർ റസലുദ്ദീൻ, പഴയ SFIക്കാർ, ഡോക്ടർ റസലുദ്ദീൻ ഉൾപ്പെടെയുള്ള പഴയ ആൾക്കാരെല്ലാം കൂടെ വന്ന് ഞങ്ങൾ കുണ്ടറയിൽ വലിയ ഒരു മൂവ്മെൻ്റ് ഉണ്ടാക്കി. പ്രത്യേക നോട്ടീസൊക്കെ ഇറക്കി കുണ്ടറ മണ്ഡലത്തിലാകെ വിമലയുണ്ട്. പിന്നെ അല്ലാതെ പെൺകുട്ടികൾ, അന്നത്തെ പഴയ പെൺകുട്ടികളെല്ലാം വന്നിട്ടുണ്ടായി. എല്ലാവരുമായി ചേർന്ന് ആ ഒരു മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തു കൊണ്ടുവന്നു. ആ മൂവ്മെൻറ്റ് കൂടി സഹായമാണ് ബേബിയുടെ തെരഞ്ഞെടുപ്പ്. അത് മാത്രമല്ല, അതുകൂടി സഹായമാണ് ബേബിയുടെ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൻ്റെ കാരണമായി മാറിയിട്ടുള്ളത്. അപ്പോൾ പോലും ലളിതമായിട്ടുള്ള അപ്പോൾ പോലും നമ്മളെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോവുകയും നമുക്ക് ഭക്ഷണം തരികയും നമ്മളോടൊപ്പം ഇരുന്ന് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സാധാരണക്കാരൻ്റെ മനോഭാവമാണ് എപ്പോഴും ഉള്ളായത്. അതൊക്കെ നമുക്ക് NSലാണ് എനിക്കത് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. NS എന്ന് പറയുന്ന പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളിലാണ് ബേബിക്ക് മുമ്പ് എനിക്ക് ഈ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. NS എന്നെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോകും. രാത്രി വീട്ടിൽ പലപ്പോഴേ പോകത്തുള്ളൂ, കാറിലാണ് പോകുന്നത്, DC കാറിലാണ് പോകും. വീട്ടിൽ കൊണ്ടുപോയി അവിടെ കിടത്തി ഉറക്കി ഭക്ഷണവും തന്ന് പിറ്റേന്ന് രാവിലെ അവിടെ നിന്നാണ് വരിക. അത്തരത്തിൽ ഒരുപാട് വർഷം ഒരുമിച്ച് പ്രവർത്തിച്ച വ്യക്തിത്വങ്ങൾ എന്ന നിലയിൽ ഇപ്പോൾ ഈ പുതിയ പദവി ലഭിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ചുമതല ലഭിച്ചിട്ടുള്ളത് അത് എത്രത്തോളം അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിയുമെന്നൊരു സുഹൃത്ത് എന്ന നിലയിൽ താങ്കൾക്ക് തോന്നുന്നു? ഇപ്പോൾ അദ്ദേഹം തീക്ഷ്ണമായ ഒരു കാലത്തിലാണ് അദ്ദേഹം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആവുന്നത്. ഇന്ത്യയിൽ ബംഗാൾ ഉൾപ്പെടെ ത്രിപുര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പാർട്ടി പ്രതിസന്ധികൾ നേരിടുന്ന ഒരു അവസ്ഥയാണ്. കേരളത്തിൽ ശക്തമായ ഒരു പ്രസ്ഥാനം ശക്തിപ്പെട്ടു നിൽക്കുന്നു. ഇന്ത്യയിലാകെ പിന്നെ രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള വിവിധ സ്റ്റേറ്റുകളിൽ പ്രസ്ഥാനം ശക്തിപ്പെട്ടു നിൽക്കുന്നു. ഇന്ത്യയിലാകെയുള്ള പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാൻ ത്യാഗപൂർണമായ ഒരു പ്രവർത്തനം നടത്തിയെങ്കിൽ മാത്രമേ കഴിയൂ. അതിന് അദ്ദേഹത്തിനുള്ള കരുത്തും ശക്തിയും ഉണ്ടാകണമെന്നാണ് പിന്നെ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടുള്ള കേന്ദ്ര കമ്മിറ്റി ഫലപ്രദമായ ഒരു കേന്ദ്ര കമ്മിറ്റിയായിട്ടാണ് തോന്നുന്നത്. ആ കേന്ദ്ര കമ്മിറ്റിയെ ചലിപ്പിക്കുകയും സംഘടനാപരമായി ആ കേന്ദ്ര കമ്മിറ്റിയെ ചലിപ്പിക്കുകയും ഉള്ളിടത്ത് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുകയും പ്രസ്ഥാനമില്ലാത്തടത്ത് പ്രസ്ഥാനം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാവുന്ന വളരെ വലിയ ഉത്തരവാദിത്വം അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ചെറിയ ഉത്തരവാദിത്വമല്ല, വലിയ ഉത്തരവാദിത്വം നിക്ഷിപ്തമായിരിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന PBയും അതിന് സഹായകമായ ഒരു നിലപാടിലേക്ക് ഉയർന്നു വന്നാൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ച ദ്രുതഗതിയിലാവും എന്ന കാര്യത്തിലും തർക്കമില്ല. പിന്നെ രാഷ്ട്രീയമായ അടവുപരമായ ഒത്തിരി സമീപനങ്ങൾ സ്വീകരിക്കേണ്ട അവസ്ഥ ഇത് ഇന്ത്യയിലുണ്ട്. അതിന് പിന്നെ ഒഴുകുന്ന തരത്തിലുള്ള പിന്നെ ഫ്ലെക്സിബിളായിട്ടുള്ള രാഷ്ട്രീയ സമീപനം സ്വീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അദ്ദേഹത്തിൻ്റെ സ്വഭാവവും അതാണ്. ദൈക്ഷണികമായ ചിന്തയുള്ള ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവവും അതാണ്. ഇന്ത്യയിലെ പ്രസ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇത് കഴിയും എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതിന് കഴിയട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലീഡർഷിപ്പിനെ കുറിച്ച് എനിക്കൊന്ന് പറയാനുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് കപ്പാസിറ്റി അതൊരു വലുതാണ്. അന്ന് ഈ കൊല്ലം ജില്ലയിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇപ്പം നമ്മൾ കാണുന്ന ഈ SFIയുടെയും ഈ പിന്നെ പ്രസ്ഥാനത്തിൻ്റെയും വളർച്ചയുടെ ഒരു ബേസ് അന്നേ തുടങ്ങിക്കഴിഞ്ഞ് അതിൻ്റെ ചാലക ശക്തിയായിരുന്നു അദ്ദേഹം. മനസ്സിലായോ? അന്ന് കൊല്ലം ജില്ലയിൽ ഇത്തരത്തിൽ ഒരു കൊല്ലം ജില്ല പിന്നെ കേരളം ഒട്ടാകെ ഒക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രഭാവം ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു ആ ലീഡർഷിപ്പ് കപ്പാസിറ്റിയിൽ. അത് ഒരു വലിയ ഒരു പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിൽ വളരെ ഉപയോഗപ്പെട്ടിട്ടുണ്ട്. തന്നെയല്ല, ഇപ്പോൾ അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു വലിയ ഒരു ചുമതല, ആ ചുമതലയിൽ അദ്ദേഹം സൂപ്പറായിട്ട് മുമ്പോട്ട് പോകുമെന്ന് എനിക്ക് ധാരണയുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് കപ്പാസിറ്റി അങ്ങനെയാണ്. കാര്യം ആ ഒരു അദ്ദേഹത്തിന് നിക്ഷിപ്തമായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള PBയും
CCAയും നന്നായിട്ട് ഉപയോഗപ്പെടുത്തി ഒരു സംഘടന, ഒരു പ്രസ്ഥാനത്തിന് പറ്റിയ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ അദ്ദേഹത്തിന് മറ്റാരേക്കാളും നന്നായിട്ട് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം അതുപോലെയായിരുന്നു പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്ന രീതിയിൽ. അന്നൊക്കെ ഈ DC ഓഫീസിൽ കമ്മിറ്റികൾ ചെറുപ്രായത്തിൽ നടക്കുമ്പോൾ രാത്രിയൊക്കെ ഞങ്ങളൊക്കെ രാത്രി ഏതാണ്ട് 9-10 മണിവരെയൊക്കെ അവിടെ ഇരുന്ന് കമ്മിറ്റി കൂടുന്നത്. അന്നൊക്കെ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് വിടും രാത്രിയിൽ. അങ്ങനെയാണ് കക്ഷി. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വാളത്തെങ്ങിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം സുമാൻ്റെയും ഒക്കെ പഴയകാലം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന വിശ്വംഭരൻ മറക്കാനൊക്കത്തില്ല. വിശ്വംഭരൻ അന്ന് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അദ്ദേഹം അവസാനം കുടിച്ച് എടുത്ത് അങ്ങനെ വഴി കിടന്ന് അറിയാമല്ലോ, കണ്ണനറിയാവുന്ന കാര്യം, ഒരു വല്ലാത്ത രീതിയിലാണ് നടന്നത്. പക്ഷേ മരിച്ചപ്പോൾ ബേബി എത്തി. അതാണ്, ആ വീട്ടിലെത്തി ബേബി. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടു മറഞ്ഞ ഒരാളാണ്. വിശ്വംഭരൻ മരിച്ചെന്ന് കേട്ടപ്പോൾ ബേബിയോടെത്തി. അവിടെ എത്തി, ഞങ്ങളെല്ലാം കണ്ടു, അവിടെ വന്നു, ആ ബോഡിയും കണ്ട് വളരെ സങ്കടപ്പെട്ടിട്ടാണ് ബേബി പോയത്. അന്നേരം ആ ഒറ്റ ഉദാഹരണം മതി ബേബി ആരെന്നറിയാൻ. മനസ്സിലായോ? വളരെയധികം നന്ദി. അപ്പോൾ വ്യക്തി ബന്ധത്തും ഏറ്റവും വില കൽപ്പിക്കുന്ന ഒരു വ്യക്തിത്വം അല്ലേ? രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിബന്ധങ്ങൾക്ക് ഏറെ വില കൽപ്പിക്കുന്ന ഒരാളാണ് MA ബേബി. ആ MA ബേബിയുടെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ചുമതലയിലും അല്ലെങ്കിൽ ഈ പദവി മാറ്റത്തിലുമൊക്കെ ഏറെ അഭിമാനിക്കുന്നുണ്ട് ഈ പഴയ സുഹൃത്തുക്കൾ. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.